വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉദ്ഗ്രഥനം 3ാം ദിവസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രവർത്തനം 10 കഥ പറയാം. ചിത്രം നോക്കി കഥ എഴുതൂ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ആമയുടെ മുകളിലായി ചേമ്പിനെ വെച്ച് കുടയും പിടിച്ചിരിക്കുന്ന നമ്മുടെ തവളയെയാണ് കാണുന്നത്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? നമ്മൾ പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ എന്നുള്ള പാഠം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ആമയെയും തവളയെയും ചീങ്കണ്ണിയെയും ഒക്കെ അല്ലേ. എന്താണ് കുളം തേടി നടന്ന തവള അവസാനം ഈ ആമയുടെ കുളത്തിൽ എത്തിച്ചേരുകയും ആമയ്ക്ക് ആദ്യം തവളയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ തവളയെ കൂട്ടുകാരനായിട്ട് കൂട്ടുകയും ചീങ്കണ്ണി കുളം എല്ലാവരുടെയും എന്നുള്ള ബോർഡ് വെക്കുകയും ചെയ്തു അല്ലേ. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു കഥ എഴുതണം. കഥയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കാം, ആമയും തവളയും. നമുക്ക് എഴുതിയാലോ? മഴ പെയ്തതോടുകൂടി കുളം എല്ലാവരുടെയുമാണെന്ന് ചീങ്കണ്ണി പ്രഖ്യാപിച്ചു. അങ്ങനെ ആമയും തവളയും കൂട്ടുകാരായി. ആമ തവളയോട് പറഞ്ഞു, കൂട്ടുകാരാ, നീ എന്റെ പുറത്ത് കയറിക്കോ, നമുക്ക് മഴയത്തൊരു സവാരി നടത്താം. തവള ആമയുടെ പുറത്ത് സന്തോഷത്തോടെ കയറി. അടുത്ത് കണ്ട ഒരു ചേമ്പിന്റെ ഇല പറിച്ച് കുടയും ചൂടി. സന്തോഷത്തോടെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു. ഇങ്ങനെ ചിത്രം തന്നിട്ട് കഥ എഴുതാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കൊച്ചു കഥ എഴുതുക, അതിന് ഒരു തലക്കെട്ട് നൽകുക. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 11 ഞാൻ ബിഗു. യോജിച്ച നിറം നൽകൂ. അപ്പൊ ബിഗുവിനെ നമുക്ക് അവിടെ കാണാം അല്ലേ. ഒരു റോബോട്ടാണ്. ഉത്തരം കണ്ടെത്തി മുകളിലെ ചിത്രത്തിന് നിറം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിട്ടുണ്ട് 8 - 2 എത്ര കിട്ടും? 8ൽ നിന്നും 2 പോയാൽ നമുക്ക് 6 കിട്ടും. അപ്പോ 6 വരുന്ന കളറ് നമുക്ക് ഏത് കളറാണ്? ചുവപ്പ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പൊ 6 എന്നുള്ള ഭാഗം വരുന്നിടം എല്ലാം നമ്മൾ ചുവപ്പ് കളർ കൊടുക്കേണ്ടതാണ്. അടുത്ത ഏതാണ്? 14 - 7 എത്ര കിട്ടും? 7. അപ്പൊ 7 വരുന്ന ഭാഗം എല്ലാം നമ്മൾ മഞ്ഞ കളർ കൊടുക്കണം. 9 - 5 നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 4 വരുന്ന ഭാഗം എല്ലാം ഏത് കളറാണ് കൊടുക്കേണ്ടത്? നീല കളർ കൊടുക്കണം. 7 - 2 എത്ര കിട്ടും? 5. 5 വരുന്ന ഭാഗം എല്ലാം പച്ച കളർ കൊടുക്കണം. 6 - 3 6ൽ നിന്ന് 3 പോയാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ 3 വരുന്ന ഭാഗം എല്ലാം നമുക്ക് കറുപ്പ് കളർ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം പൂർത്തിയാവും. അപ്പോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കിട്ടിയ ഓരോ ഉത്തരം അനുസരിച്ച് വേണം നമ്മൾ കളർ കൊടുക്കാൻ. 6ന് ചുവപ്പ്, 7ന് മഞ്ഞ, 4ന് നീല, 5ന് പച്ച, 3ന് കറുപ്പ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം പൂർത്തിയായി കിട്ടും. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 12 ബിഗുവിന്റെ ഡയറി. വായിക്കൂ. അപ്പൊ ബിഗുവിനെ നമുക്ക് അവിടെ കാണാം. ഫും ഫും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു. താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്നു നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ഫും ഫും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചു പോയി. തവളയും ആമയും ചിരിച്ചു. അപ്പൊ ബിഗുവിന്റെ ഡയറി എഴുതിയിരിക്കുകയാണ്. അവൻ ആരുടെ അടുത്തേക്ക് ചെന്നു? ആമയുടെ മുകളിൽ കയറിയിരുന്ന് നിലവിളിക്കുന്ന തവളയുടെ അടുത്തേക്ക് ചെന്നു. അവരെന്തിനാണ് നിലവിളിച്ചത്? തവള എടുത്ത് കുളത്തിലേക്ക് ചാടിയപ്പോൾ ആമ പേടിച്ചു പോയി, തവളയും പേടിച്ചു പോയി. അപ്പോ അയ്യോ രക്ഷിക്കണേന്ന് രണ്ടുപേരും വിളിച്ചു. അപ്പോ അത് കേട്ട് ചെന്നതാണ് നമ്മുടെ ബിഗു. അപ്പോ ബിഗുവിനെ കണ്ട് എന്ത് ചെയ്തു? മുതല വാ പിളർന്നു നിൽക്കുന്നു. അവരുടെ ഇടയിലേക്കാണ് നമ്മുടെ ബിഗു പറന്നിറങ്ങിയത്. എന്നിട്ട് എന്ത് ശബ്ദം ഉണ്ടാക്കി? ഫും ഫും എന്നുള്ള ശബ്ദം ഉണ്ടാക്കി. മുതല അപ്പോഴേ പേടിച്ചോടി. ആമയും തവളയും ചിരിച്ചു. ഇതുപോലെ ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നും സംയുക്ത ഡയറി എഴുതാറുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ എന്നത്തെയും പോലെ ഇന്നലത്തെ ഡയറി എഴുതുക. ഇന്നലെ നടന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡയറി കുറിപ്പ് എഴുതുക. ഞാനിവിടെ ഒരു മാതൃകാ ഡയറി കുറിപ്പ് കൊടുത്തേക്കാം. നിങ്ങൾ ഇതുപോലെ ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഡേറ്റ് വെക്കുക. വായിക്കട്ടെ. ഇന്നലെ ഞാനും അമ്മയും കൂടി നട്ട റോസാ ചെടിയിൽ ഒരു ചുവന്ന മൊട്ട് വന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എന്നും ആ റോസാ ചെടിക്ക് വെള്ളമൊഴിക്കുമായിരുന്നു. മൊട്ട് വന്നത് ഞാൻ അനുജത്തിയെയും അച്ഛനെയും വിളിച്ചു കാണിച്ചു കൊടുത്തു. വൈകുന്നേരം അച്ഛൻ എന്നെയും അനുജത്തിയെയും കൊണ്ട് വയലിൽ പോയി. കൊക്കിനെയും പശുവിനെയും കാണിച്ചു തന്നു. ഞങ്ങളുടെ ബഹളം കേട്ട് കൊക്കുകൾ പറന്നുപോയി. വയലിലെ കുളത്തിലെ മീനുകളെ കാണാൻ നല്ല രസമുണ്ട്.
ഇതുപോലെ നിങ്ങളും ഡയറി എഴുതുക. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 13. 3 പൂക്കൾ വായിക്കൂ, വരച്ചു ചേർക്കൂ. അവിടെ എന്താ, കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തുമ്പ, ചെമ്പരത്തി, മല്ലിക. ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തുമ്പ, ചെമ്പരത്തി, മല്ലിക. അതിന് അപ്പുറവും ഇപ്പുറവും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. 5 ഇതളുണ്ട്. ആർക്കാണ് 5 ഇതളുണ്ടാവ്? ചെമ്പരത്തിക്കാണല്ലേ. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക. കുഞ്ഞു പൂവ്. ആരാണ് കുഞ്ഞു പൂവ്? തുമ്പ. അപ്പൊ തുമ്പയിലേക്ക് വരച്ചു ചേർക്കുക. 1 ഇതൾ പൂവ്. തുമ്പയ്ക്ക് 1 ഇതളേ ഉള്ളൂ. അപ്പൊ തുമ്പയിലേക്ക് വരച്ചു ചേർക്കുക. വെള്ള നിറത്തിൽ മാത്രം കാണപ്പെടുന്നത് തുമ്പയാണ്. അപ്പൊ തുമ്പയിലേക്ക് വരച്ചു ചേർക്കുക. നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ആരെയാണ്? ചെമ്പരത്തിയെയാണ്. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക. അടുത്ത് നോക്കൂ, പല നിറത്തിൽ കാണാം. ആരെയൊക്കെയാണ്? ചെമ്പരത്തിയെയും മല്ലികയെയും പല നിറത്തിൽ കാണാം. അപ്പൊ 2ലേക്കും വരച്ചു ചേർക്കുക. അടുത്ത് ധാരാളം ഇതളുകളുണ്ട്. ആർക്കാണ്? മല്ലികയ്ക്കാണ്. അപ്പൊ മല്ലികയിലേക്ക് വരച്ചു ചേർക്കുക. വലിയ ഇതളുകൾ ഉള്ളത് ആർക്കാണ്? ചെമ്പരത്തിക്കാണ്. അപ്പൊ ചെമ്പരത്തിയിലേക്ക് വരച്ചു ചേർക്കുക. ഇതുപോലെ എല്ലാം വരച്ചു ചേർക്കാവുന്നതാണ്. ഇതുപോലെ എന്തിന്റെയെങ്കിലും ചിത്രങ്ങൾ തന്നിട്ട് വരച്ചു ചേർക്കാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ടീച്ചർ പറഞ്ഞു തരും, അതനുസരിച്ച് വരച്ച് ചേർക്കുക. ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ 1ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യപേപ്പറുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.